وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികൾ, കിതാബ് തൗഹീദിൽ ഇനിയുള്ള 2 അധ്യായങ്ങൾ, അതിൻ്റെ മർമ്മ വിഷയമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അവൻ്റെ ശരീഅത്ത്, തശ്രീഅ്, നിയമസംഹിത, അതിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഹലാലുകളും ഹറാമുകളും തീരുമാനിക്കാൻ അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ളൂ. അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നാം വിധി തേടി പോകേണ്ടത് അള്ളാഹുവിൻ്റെ നിയമങ്ങളിലേക്ക് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾ മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന ഭൗതിക നിയമങ്ങളിലേക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ തൃപ്തിപ്പെടാൻ, അതിലേക്ക് മടങ്ങാൻ അതവന് അനുവദനീയമല്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രസ്താവിക്കുന്ന 2 അധ്യായങ്ങളാണ് ഇനിയുള്ള 2 ക്ലാസ്സുകളിലായി ഇൻഷാ അല്ലാഹ് വരിക. അതിൽ ഇന്നത്തെ അധ്യായം ബാബു മൻ അതാഅൽ ഉലമാഅ വൽ ഉമറാഅ ഫീ തഹ്രീമി മാ അഹല്ലല്ലാഹ് വതഹ്ലീലി മാ ഹറമല്ലാഹ് ഫഖദ് ഇത്തഖദഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന അധ്യായമാണ്. എന്താണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ബാബു മൻ അതാഅൽ ഉലമാഅ വൽ ഉമറാ, ആരെങ്കിലും പണ്ഡിതന്മാരെ അതുപോലെ ഭരണാധികാരികളെ അനുസരിക്കുകയാണ്, ഫീ തഹ്രീമി മാ അഹല്ലല്ലാഹ്, അല്ലാഹു അനുവദനീയമാക്കിയ കാര്യങ്ങൾ നിഷിദ്ധമാക്കുന്നതിൽ, വതഹ്ലീലി മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിൽ, ഫഖദ് ഇത്തഖദഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അങ്ങനെ ചെയ്യുന്നവർ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിക്കൊണ്ട് ഈ ആളുകളെ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു, ഈ ആളുകളെ ഇബാദത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ തലക്കെട്ട്. തൗഹീദിന്റെ അനിവാര്യതയിൽപ്പെട്ട അറിയപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കാതെ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ ഒരാളുടെ തൗഹീദ് ശരിയാവുകയില്ല. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതെ അവനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? ഇതൊരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ അത്തിഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. ഫഇൻ തവല്ലൗ, നിങ്ങൾ അങ്ങനെ അനുസരിക്കാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അത്തരക്കാരായ നിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞതാണ്. സൂറത്തുൽ അൻഫാലിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം സ്വീകരിച്ചവരെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം, അത് സ്വീകരിക്കണം, ജീവിതത്തിൽ പകർത്തണം എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അനുസരിക്കണം എന്ന കൽപ്പനയാണ് ഇതിലുള്ളത്. ഇത് ഈമാനിന്റെ നിബന്ധനയാണ്. ഒരുവന്റെ ഈമാൻ അത് ഈമാൻ ആവുകയില്ല, വിശ്വാസം ശരിയാവുകയില്ല അവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാതിരുന്നാൽ. നോക്കൂ, അല്ലാഹു തആല പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിക്ക്, അതുപോലെ ഒരു സത്യവിശ്വാസിയായ സ്ത്രീക്ക് പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് അവകാശമില്ല, ഒരു ഖിയറത്തില്ല. ഇതെടുക്കാം, സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം.
വിരോധിച്ച കാര്യമാണെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇല്ല, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അവകാശമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ വഹീനാൽ മാത്രം സംസാരിക്കുന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴികേടിലേക്ക് അവൻ നയിച്ചിട്ടുണ്ട്, വ്യക്തമായ വഴികേടിലായിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലാ വറബ്ബിക്, നിന്റെ റബ്ബാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടാകുന്ന തർക്ക വിഷയങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ നബിയെ അവർ ഒരിക്കലും തന്നെ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പോരാ, സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ, പിന്നീട് നീ വിധിച്ച വിധിയിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ, മനസ്സിനൊരു പ്രയാസവുമില്ലാതെ അവർ അത് പൂർണ്ണമായി അനുസരിക്കുകയും വേണം, അല്ലാതെ അവരുടെ ഈമാൻ ശരിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ഉദാഹരണം പറയാം. ഒരാൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ അനന്തരാവകാശ നിയമപ്രകാരം അള്ളാഹുവിന്റെ ആയത്ത് ഇങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എങ്ങനെയാണ് അധ്യാപനങ്ങൾ ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു സ്ത്രീ പറയുകയാണ്, എന്റെ സഹോദരന് കിട്ടുന്ന അത്ര തന്നെ എനിക്ക് കിട്ടണം, എനിക്ക് അങ്ങനെ തന്നെ കിട്ടണം, ഒരുപോലെ കിട്ടണം. അവൾ ആഗ്രഹിക്കുകയാണ്, വാദിക്കുകയാണ്. ഒരു വേള ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഭൗതിക നിയമങ്ങളെ ആസ്പദമാക്കി അവൾക്ക് വാങ്ങിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കെതിരാണ്. അള്ളാഹുവിന്റെ വിധിയിൽ അവൾ തൃപ്തിപ്പെടേണ്ടതുണ്ട്. എന്നേക്കാൾ ഇരട്ടിയാണ് എന്റെ സഹോദരന് എന്ന വിധി അവൾ തൃപ്തിപ്പെടേണ്ടതുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ ദീനിന്റെ ഏതൊരു വിഷയമായാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയഭിപ്രായം അത് പാടില്ല. അള്ളാഹുവിനെയും റസൂലിനെയും വിധികർത്താവാക്കാതെ മറ്റൊരാളെ ആ വിഷയത്തിൽ വിധികർത്താവാക്കി തന്റെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ, നിയമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ത്വാഅത്ത്, പുണ്യം, ത്വാഅത്ത്, അനുസരണ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, അതാണ് അടിസ്ഥാനം ഒരു മുഅ്മിനിന്റെ. അവൻ പിന്നീട് ആരനുസരിക്കുന്നുണ്ടെങ്കിലും ഈ അടിസ്ഥാനത്തിലേക്ക് മടങ്ങിക്കൊണ്ടായിരിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിലേക്ക് ആ കാര്യം മാറുന്നുണ്ടെങ്കിൽ അവൻ ആരെയും അനുസരിക്കാം. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാത്ത പക്ഷം അവൻ ആളുകൾ അനുസരിക്കാം. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷമാണെങ്കിൽ അവൻ ഒരാളെയും അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നോക്കാം, നമ്മൾ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബാബു മൻ അത്താഅൽ ഉലമാ വൽ ഉമറാ ഫി തഹ്രീമി മാ ഹല്ലല്ലാഹു വ തഹ്ലീലി മാ ഹറമല്ലാഹ്. പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും അനുസരിക്കുന്ന വിഷയമാണ്. അള്ളാഹു ഹറാമാക്കുമ്പോൾ ഇവർ ഹലാലാക്കിയാൽ അതനുസരിക്കുക, അള്ളാഹു ഹലാലാക്കുമ്പോൾ ഇവർ ഹറാമാക്കിയാൽ അതനുസരിക്കുക. ആ വിഷയത്തിലാണ്. അതിലാദ്യം ഉമറാക്കളുടെ വിഷയം, താഅത്തുൽ ഉമറ. അത് 3 കാര്യങ്ങൾ 3 രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമറാക്കളെ, ഭരണാധികാരികളെ അനുസരിക്കുന്നത് 3 രൂപത്തിൽ, അതായത് 3 ഇനങ്ങളായിട്ട് നമുക്ക് വേർതിരിക്കാം. അതിൽ ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചൊരു കാര്യം ഭരണാധികാരികൾ നമ്മോട് കൽപ്പിച്ചാൽ, അള്ളാഹു തആല കൽപ്പിച്ച കാര്യമാണ്. ഖുർആനിൽ അള്ളാഹുവിന്റെ കൽപ്പന അതിനുണ്ട്, ഹദീസുകളിൽ കൽപ്പന അതിനുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്ന കാര്യത്തിൽ ഭരണാധികാരികൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭരണാധികാരി അനുസരിക്കുക എന്ന് പറയുന്നത് അത് ദീനാണ്, തഖ്വയാണ്, ഈമാനാണത്. ഉദാഹരണത്തിന്, ഭരണാധികാരി നിന്നോട് നിസ്കാരം പുരുഷന്മാരോട് പറയുകയാണ്, അവർ നിർബന്ധമായും മസ്ജിദിൽ വന്ന്, ബാങ്ക് കേൾക്കുന്നവരാണെങ്കിൽ അവർ ആ മസ്ജിദിലേക്ക് വന്നിട്ട് തന്നെ പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കണം, വീടുകളിൽ നിസ്കരിച്ചുകൂടാ എന്നൊരു മുസ്ലിം ഭരണാധികാരി തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങാടികളിൽ കഴിഞ്ഞുകൂടാ, ഷോപ്പുകളിൽ കച്ചവടം ചെയ്തുകൂടാ, ബാങ്ക് വിളിച്ചാൽ ഉടനെ ഷോപ്പ് അടച്ചുകൊണ്ട് വീട്ടിലാണെങ്കിൽ വീട് ഒഴിവാക്കിക്കൊണ്ട് ആ മസ്ജിദിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിക്കണം എന്നൊരു ഭരണാധികാരി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ ഭരണാധികാരി അനുസരിക്കുക എന്നുള്ളത് അത് തഖ്വയാണ്, ഈമാനാണ്. അതിന് 2 പ്രതിഫലമുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച പ്രതിഫലം. 2, ആ ഭരണാധികാരിയെ അനുസരിച്ച പ്രതിഫലം. ഈ 2 പ്രതിഫലം ഒരാൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ ഇനം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശറഇൽ അതിനെക്കുറിച്ചൊന്നും വന്നിട്ടില്ല, അതിനെ അല്ലാഹു കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്തിട്ടില്ലാത്ത, ദീനിനെതിരാകാത്തൊരു കാര്യത്തിലാണ്
ഒരാൾ ഭരണാധികാരി അനുസരിക്കുന്നത്, ഭരണാധികാരി അത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഒരു മസ്ലഹത്തുൻ ആമ്മ, പൊതുവായൊരു നന്മ അതിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ് ഒരാൾ അനുസരിക്കുന്നത് എങ്കിൽ അതും പുണ്യമാണ്, അവൻ പ്രതിഫലം പ്രതീക്ഷിക്കാം. ഇപ്പോ ഒരു ഭരണാധികാരി ഒരു നാട്ടിൽ, ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനെതിരാകുന്ന പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്നതിനു വേണ്ടി ചില കാര്യങ്ങൾ നിഷേധിക്കുകയോ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാത്ത ആളുകൾക്കൊന്നും നിങ്ങൾ സാമ്പത്തികമായി കൊടുക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം വന്നു. അപ്പൊ അത്തരത്തിലൊരു വിഷയത്തിൽ ദീനിൽ അതിന് കൽപ്പനയോ വിലക്കോ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ റോഡുമായി ബന്ധപ്പെട്ട ട്രാഫിക് നിയമങ്ങൾ, അതിന് ചുവപ്പ് കാണിച്ചാൽ നിൽക്കണമെന്നോ പച്ച കാണിച്ചാൽ പോകണമെന്നോ ദീനിൽ പറയാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. പക്ഷെ അതിന് പൊതു നന്മയുണ്ട്, ഇതനുസരിക്കുന്നതിൽ പൊതു നന്മയുണ്ട്. അല്ലെങ്കിൽ റോഡുകളിൽ ഇത്ര വേഗതയിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ പറയുന്നതിന് പൊതു നന്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരാൾ ഭരണാധികാരി അനുസരിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്, എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള ഭരണാധികാരികളെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഭരണാധികാരികളാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല, തർക്കമില്ല. അങ്ങനെയുള്ള ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഭരണാധികാരി അനുസരിക്കുക എന്നുള്ളത് അതെന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, സിയാസയുടെ പേരിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് അവന്റെ ദീനാണത്. അവൻ ഭരണാധികാരിയെ അനുസരിക്കുക എന്നുള്ളത് അവന്റെ ദീനായിട്ട് മനസ്സിലാക്കുകയാണ്. ആ ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി പറഞ്ഞത് അവൻ അനുസരിക്കുക വഴി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ ഒരു കൽപ്പന തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കൽപ്പന തന്നെയാണ് അവൻ അനുസരിക്കുന്നത്. നോക്കൂ, അള്ളാഹു തആല ഇവിടെ പറഞ്ഞതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞപ്പോൾ വ അത്തിഉ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന അത്തിഉ, നിങ്ങൾ അനുസരിക്കുക എന്നുള്ള ക്രിയ ഉപയോഗിച്ചു. വ അത്തിഉർ റസൂൽ, റസൂലിനെ അനുസരിക്കുക, അത്തിഉ എന്ന ക്രിയ അത് അള്ളാഹു തആല ഉപയോഗിച്ചു. പിന്നീട് വ ഉലിൽ അംരി മിൻകും എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിലൊരു രഹസ്യമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭരണാധികാരികളെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കപ്പെടുമ്പോൾ മാത്രമാണ്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ധിക്കരിക്കപ്പെടുന്ന പക്ഷം ഭരണാധികാരികൾക്ക് അനുസരണമില്ല. അഥവാ ഭരണാധികാരിക്കുള്ള അനുസരണം എന്ന് പറയുന്നത് നിരുപാധികമല്ല. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണ എന്ന് പറയുന്നത് നിരുപാധികമാണ്. അത് ഇങ്ങനെ ആയാൽ ഇല്ല. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിരുപാധികം അനുസരിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിരുപാധികം അനുസരിച്ചു കൊള്ളുക. പക്ഷെ ഭരണാധികാരികൾ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങളായിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും ഒന്നും പറയാത്തതായ കാര്യങ്ങളായിരിക്കണം. അള്ളാഹുവും റസൂലും വിരോധിച്ച കാര്യങ്ങളാകാൻ പാടില്ല, വിലക്കിയ കാര്യങ്ങൾ ആകാൻ പാടില്ല എന്ന കാര്യം അതിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്തിഉ ഉലിൽ അംരി മിൻകും എന്ന് പറയാത്തത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് സാന്ദർഭികമായി മനസ്സിലാക്കുക. നോക്കൂ, ഇനി മൂന്നാമത്തെ കാര്യം, ഭരണാധികാരികൾ അനുസരിക്കുന്ന മൂന്നാമത്തെ രീതി, അത് അവരെ ധിക്കാരത്തിൽ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് ഹറാമായ കാര്യമാണ്, ഇത് തെറ്റായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. അത് ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാകട്ടെ, എത്ര വലിയ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വിലക്കിയ ഒരു കാര്യം ഒരു ഭരണാധികാരി പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ പാടില്ല. അതിൽ ഗുലുവിൽപ്പെട്ട അതിര് കവിഞ്ഞ ചില ആളുകളുടെ വർത്തമാനമാണ്, ഇല്ല ഭരണാധികാരി എന്തു പറഞ്ഞാലും അനുസരിക്കണം, അതിനൊരു പൊതു നന്മയുണ്ട്. ഇപ്പൊ ഭരണാധികാരി നിന്നോട് കള്ളു കുടിക്കാൻ പറഞ്ഞാലും, ഭരണാധികാരി നിർബന്ധമായും നീ പലിശ വാങ്ങണമെന്നോ കൊടുക്കണമെന്നോ പറഞ്ഞാലും നീ അതനുസരിച്ചേ പറ്റൂ, അത് പൊതു നന്മയുണ്ട് എന്ന് പറയുക എന്നുള്ളത് അത് ഗുലുവാണ്, അതിരുവിട്ടതാണ്, ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഭരണാധികാരിക്ക് നിരുപാധികമായ അനുസരണം പറഞ്ഞിട്ടില്ല. ഭരണാധികാരി അനുസരിക്കണം. എവിടെ വരെയാണ് അതിന്റെ ഹദ്, അതിന്റെ പരിധി എവിടെയാണ്? ആ ഭരണാധികാരി അള്ളാഹുവിനെയും റസൂലിനെയും
ധിക്കരിക്കാൻ പറയാത്തിടത്തോളം കാലം. എപ്പോൾ ധിക്കരിക്കാൻ പറഞ്ഞു അവിടെ അനുസരണമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, അലൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് അസ്സംഉ വത്താഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. കേട്ടാൽ മാത്രം പോരാ. ചില ആളുകൾ സമഅ ഉണ്ടാവുള്ളൂ, താഅത്ത് ഉണ്ടാവില്ല. കേൾക്കൊക്കെ കേൾക്കും, ശ്രദ്ധിച്ച് കേൾക്കും, മനസ്സിലാക്കും ഭരണാധികാരി പറയുന്നത്, പക്ഷെ അനുസരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൽ മുർഇൽ മുസ്ലിമി അസ്സംഉ വത്താഅ ഫീമാ അഹബ്ബ വകരിഹ, അവൻ ഇഷ്ടപ്പെടുന്നതായാലും ശരി ഇഷ്ടപ്പെടാത്തതായാലും ശരി അവൻ അനുസരിക്കണം. ചില ആളുകൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം വന്നു കഴിഞ്ഞാൽ അനുസരിക്കുകയില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭരണാധികാരി അനുസരിക്കുന്നത് നമുക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാവാനല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അയാളുടെ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാനല്ല, ഒന്നിനുമല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമായാൽ, ചിലപ്പോൾ നമ്മളൊരു മുസ്ലിം ഭരണാധികാരിയുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടാവും. ആ കച്ചവടം ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭരണാധികാരി പറയുമ്പോൾ നമുക്കതിനോട് വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല. മുസ്ലിം ഭരണാധികാരി ആ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫീമ അഹബ്ബ വകരിഹ, നമുക്ക് ഇഷ്ടപ്പെട്ടതായാലും ശരി വെറുക്കുന്ന കാര്യമായാലും ശരി നമ്മളത് അനുസരിച്ചേ മതിയാവൂ. ഇല്ല അയ്യുഅ്മറ ബിമഅസിയ, ഒരു മഅസിയത്ത് കൽപ്പിക്കപ്പെടാത്തിടത്തോളം കാലം. ഫൈൻ ഉമിറ ബിമഅസിയ, ഒരു മഅസിയത്ത് തിന്മ കൽപ്പിക്കപ്പെട്ടാൽ ഫലാ സമഅ വലാ താഅ, അവിടെ കേൾക്കലോ അനുസരണമില്ല. അപ്പൊ ആരാണ് മഅസിയത്ത് എന്താണെന്ന് പറഞ്ഞു തരേണ്ടത്? അള്ളാഹു റസൂലുമാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്കെതിരെ ചെയ്യലാണ് മഅസിയത്ത്, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യലാണ് മഅസിയത്ത്. അത് അനുസരിക്കാൻ പാടില്ല. ഇപ്പൊ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാണ്, അപ്പൊ അതനുസരിക്കാൻ പാടില്ല. ഒരാൾ എവിടെയും നിസ്കരിക്കാൻ പാടില്ല, അത് നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞാൽ ഭരണാധികാരി അനുസരിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ പാടുണ്ടോ? പാടില്ല. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുസരണമില്ല. അതുപോലെ കള്ളു കുടിക്കാൻ പറഞ്ഞാൽ അനുസരണമില്ല. വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അനുസരണമില്ല. മോഷ്ടിക്കാൻ പറഞ്ഞാൽ, പിടിച്ചുപറിക്കാൻ പറഞ്ഞാൽ അതിനൊന്നും അനുസരണമില്ല. അതാണ് പറഞ്ഞത് ഫൈൻ ഉമിറ ബിമഅസിയ ഫലാ സമഅ വലാ താഅ, അത് തിന്മ കൊണ്ട് കൽപ്പിച്ചാൽ അവിടെ സമഉം താഅത്തും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രൂപത്തിലാണ് ഭരണാധികാരികൾക്കുള്ള അനുസരണ. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഭരണാധികാരി കൽപ്പിച്ചാൽ അത് അനുസരിക്കുന്നതിൽ 2 പ്രതിഫലമുണ്ട്. അള്ളാഹു കൽപ്പിച്ച കാര്യം സ്വീകരിച്ചതിന്റെ പേരിലും ഭരണാധികാരി കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിലും. 2, അള്ളാഹുവിന്റെ ദീനിൽ ഒന്നും പറയാത്തൊരു വിഷയം മുസ്ലിം ഭരണാധികാരി കൽപ്പിച്ചു കഴിഞ്ഞാൽ അതനുസരിക്കുക പ്രതിഫലമുണ്ട്. 3, അള്ളാഹുവിന്റെ ദീനിൽ വിലക്കിയൊരു കാര്യം മുസ്ലിം ഭരണാധികാരി കൽപ്പിച്ചു കഴിഞ്ഞാൽ അതനുസരിക്കുന്നത് കുറ്റകരമാണ്, അത് ഹറാമാണ്, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ധാരാളം ഹദീസുകൾ, ഭരണാധികാരി അനുസരിക്കേണ്ടതായ ഹദീസുകൾ ധാരാളമുണ്ട്. ആ വിഷയം നമ്മളിവിടെ ഇപ്പോൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇനി ഉലമാക്കളെ, പണ്ഡിതന്മാരെ അനുസരിക്കുന്ന വിഷയത്തിലും ഈ രൂപത്തിൽ നമുക്ക് 2 രൂപത്തിലുള്ള കാര്യം കാണാൻ, പണ്ഡിതന്മാരെ നമ്മൾ അനുസരിക്കുന്ന വിഷയത്തിൽ 2 കൂട്ടരെ കാണാൻ സാധിക്കും. ഒന്ന് ശരിയായ രൂപമാണത്. അതായത് വിവരമില്ലാത്തൊരു വ്യക്തി ഒരു പണ്ഡിതനോട് അവന്റെ ദീനിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കാത്ത, ഖുർആനും സുന്നത്തും നോക്കി ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് എന്താണ് നിലപാടെടുക്കുക എന്ന് സാധിക്കാത്ത സാധാരണക്കാരനായ ഒരു വ്യക്തി, അവൻ പണ്ഡിതനായ, അതിന് സാധിക്കുന്ന, അതിന്റെ അഹ്ലുകാരനോട്, അതിന് കഴിവുള്ള ഒരു വ്യക്തിയോട് ഈ വിഷയത്തിലുള്ള ദീനിയായ നിയമം എന്താണ് എന്ന് ചോദിക്കുക എന്നുള്ളത്, അതനുസരിച്ച് അത് കേട്ട് അനുസരിക്കുക എന്നുള്ളത് അത് പുണ്യമുള്ള കാര്യമാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ. ഇവിടെ അള്ളാഹു തആല ചോദിക്കാൻ പറഞ്ഞത് അമൽ ചെയ്യാതിരിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ചോദിക്കാൻ പറഞ്ഞത് അനുസരിച്ച് അമൽ ചെയ്യാനാണ്. നമുക്കറിയാത്തൊരു വിഷയമാണ്. അത് വിശ്വാസപരമായ കാര്യമാകട്ടെ, കർമ്മശാസ്ത്രപരമായ കാര്യമാകട്ടെ, നമുക്കറിയാത്തൊരു വിഷയമാണ്. നമ്മൾ ഒരു പണ്ഡിതനോട് ചോദിക്കുക എന്നുള്ളത് അമൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പണ്ഡിതനെ അനുസരിക്കണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു കാര്യവുമില്ല. അപ്പൊ അവരെ അനുസരിക്കുക എന്നുള്ളത് അത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് അറിവില്ലാത്ത കാര്യത്തിൽ അവർ പറയുന്ന കാര്യം. പക്ഷെ ആരോട് ചോദിക്കണം? പണ്ഡിതന്മാരോട് ചോദിക്കണം, അഹ്ലുൽ ഇൽമിനോട് ചോദിക്കണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസവും ആചാരവും പിൻപറ്റുന്ന, അതിനർഹരായ ആളുകളോട് ചോദിക്കണം. പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളെല്ലാം പണ്ഡിതന്മാരല്ല.
ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ പോലും പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ വേഷത്തിൽ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന ഇസ്ലാമിന്റെ വേഷം ധരിച്ച ആളുകളെല്ലാം യഥാർത്ഥ പണ്ഡിതന്മാരും ചോദ്യം ചോദിക്കപ്പെടേണ്ട അഹ്ലുൽ ഇൽമുമല്ല. അതുകൊണ്ട് അഹ്ലുൽ ഇൽം അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സഹാബത്തിന്റെ വിശ്വാസം സ്വീകരിക്കുകയും അത് സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇബാദത്തുകളെല്ലാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തി സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയ അങ്ങനെയുള്ള ആളുകളോടാണ് ചോദിക്കേണ്ടത്. അതോടൊപ്പം അവർ തഖ്വ പാലിക്കുന്നവരാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ ചോദിച്ചാൽ അതനുസരിച്ച് അമല് ചെയ്യുക എന്നുള്ളത് അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതല്ല എങ്കിൽ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ വലിയ വലിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ അമല് ചെയ്ത് അനുസരിച്ചത്? അവർക്കത് സാധിക്കുമായിരുന്നില്ല. കാരണം പണ്ഡിതന്മാർ വിരളമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവരോട് ചോദിക്കുകയും അവരിലേക്ക് മടങ്ങുകയും അങ്ങനെ കാര്യങ്ങളിൽ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് പാലിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, പണ്ഡിതന്മാർക്കുള്ള അനുസരണം അത് പാടില്ലാത്തതാണ്. അതെപ്പോഴാണ്? അത് തെളിവ് വളരെ വ്യക്തമാവുകയും ആ പണ്ഡിതൻ പറഞ്ഞതിന് എതിരായിട്ടുള്ള തെളിവ് വളരെ വ്യക്തമാവുകയും അവന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സമയത്തിൽ ആ തെളിവിനെ മാറ്റിവെച്ചുകൊണ്ട് ആ പണ്ഡിതനെ അനുസരിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. ഒരിക്കലും അങ്ങനെയുള്ള അനുസരണം ദീനിൽ പാടില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം ഷാഫിഈ പറയുകയാണ്, അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് ഇജ്മാ ഉള്ള വിഷയമാണ്, ഏകാഭിപ്രായം ഉള്ള വിഷയമാണ്, അല അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലഹു അൻ യദഅഹാ ലിഖൗലി അഹദി മിനൻ നാസ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇന്നതാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി സുന്നത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു, ഖുർആനിൽ നിന്ന് സ്ഥിരപ്പെട്ടു, കാര്യം വ്യക്തമായി ഇങ്ങനെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഒരാളുടെ വാക്ക് കേട്ടിട്ടും അതിനെതിരെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അത് അങ്ങനെ എതിര് ചെയ്യുക എന്നുള്ളത് സത്യം മനസ്സിലായിട്ടും തെളിവ് ബോധ്യപ്പെട്ടിട്ടും അതിനെതിര് പ്രവർത്തിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഖേദകരമാണ് പലരുടെയും അവസ്ഥ. അവർക്ക് വ്യക്തമായിട്ട് തന്നെ ഖുർആനിലെയും സുന്നത്തിലെയുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും, ഹദീസിൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാലും അവർ പറയും, ഇന്ന ആലിമ് ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഇന്ന വ്യക്തികൾ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്നായിരിക്കും അവർ പറയുക. നമ്മൾ പറയാല്ല, നിങ്ങൾ ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ചെയ്യരുത് എന്ന് പറയുന്ന ഹദീസ് ഇതാണുള്ളത്, ചെയ്യരുതെന്നാണ് പറയുന്നത്. ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, ആയത്തിൽ ഇങ്ങനെയാണുള്ളത്, വളരെ വ്യക്തമായ തെളിവുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും ഇന്ന ആലിം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ന ഇമാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നോക്കൂ, ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്, അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ വുദു എടുക്കുന്ന സമയത്ത് തഹ്ലീൽ ചെയ്യുമായിരുന്നില്ല. എന്താണ് തഹ്ലീൽ? രണ്ട് വിരലുകൾക്കിടയിലൊക്കെ, കാലിന്റെയും കൈയുടെയും ഒക്കെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ അത് തിരികെ കയറ്റുക, പരസ്പരം തിരികെ കയറ്റുക, വെള്ളം കൃത്യമായി എത്തുന്നതിന് വേണ്ടി ഇങ്ങനെ തിരികെ കയറ്റുക, നമ്മൾ മുൻകൈ കഴുകുന്ന സമയത്ത് ഇങ്ങനെ തിരികെ കയറ്റുക എന്നുള്ളത്, അതുപോലെ കാലുകളും അങ്ങനെ ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് ആ ഹദീസ് കിട്ടിയപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ഉലമാക്കൾ അങ്ങനെയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായങ്ങൾ മാറ്റുന്നത് അവർക്ക് ഹദീസ് കിട്ടുമ്പോഴാണ്. അങ്ങനെയാണ് നമ്മൾ ഉലമാക്കൾ, അങ്ങനെയാണ് നമ്മൾ അവരെ വിശ്വസിച്ചു പോരുന്നത്. ഈ മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. മദ്ഹബിന്റെ ഇമാമുമാരും അങ്ങനെയുള്ള മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ ഇമാമുമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് അവർക്ക് തെളിവ് കിട്ടിയാൽ അവർ അവരുടെ അഭിപ്രായം മാറ്റും, അവരുടെ അമലുകൾ അത് മാറുന്നത് കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉലമാക്കളെ അനുസരിക്കുന്ന കാര്യത്തിലുള്ള 2 വിഭാഗവും ഉമറാക്കളെ അനുസരിക്കുന്ന കാര്യത്തിലുള്ള 3 വിഭാഗവും അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഉലമാക്കളെയും ഉമറാക്കളെയും അനുസരിക്കുന്ന ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിനും റസൂലിനും എതിരായിക്കൊണ്ട് ഉലമാക്കളെയും ഉമറാക്കളെയും അനുസരിക്കുന്ന ഹറാമായിരിക്കുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു 5ഓളം രൂപത്തിൽ അതിനെ കാണാൻ സാധിക്കും. ഉലമാക്കളെയും ഉമറാക്കളെയും പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും ഹറാമായിട്ടുള്ള അവർക്കുള്ള അനുസരണം അത് 5 രൂപത്തിലുണ്ട്. 5ഉം ഹറാമാണ്. പക്ഷെ ചിലതിനേക്കാൾ കടുത്ത ഗൗരവമുള്ളതാണ്. അങ്ങനെ 5 രൂപത്തിൽ കാണാൻ സാധിക്കും.
അതിലൊന്നാമത്തേത് അൻ യുതീഅഹും വഹുവ യഅ്തഖിദു അന്ന ലഹും അൻ യുഹില്ലുൽ ഹറാമ വ അൻ യുഹരിമുൽ ഹലാൽ. അവർ ഈ ഭരണാധികാരിയാകട്ടെ പണ്ഡിതന്മാരാകട്ടെ ഓരോന്നും എടുത്തു പറയുന്നില്ല, അവരെ അനുസരിക്കുന്നു. അവരനുസരിക്കുന്ന സമയത്ത് ഇവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇവർക്ക് ഹലാൽ ഹറാമുകൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഇന്ന കാര്യം അള്ളാഹ് ഹറാമാക്കിയാലും ഇവർക്ക് ഹലാലായി പ്രഖ്യാപിക്കാം, അള്ളാഹ് ഹറാമാക്കിയാലും ഹലാലായി പ്രഖ്യാപിക്കാം, അള്ളാഹ് ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമായി പ്രഖ്യാപിക്കാൻ ഇവർക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഗുലാത്തു സൂഫിയ, സൂഫിയാക്കളിലെ അങ്ങേയറ്റം കടുത്ത തീവ്ര വർഗക്കാരായ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ത്വരീഖത്തിന്റെ ഷെയ്ഖുമാരെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരങ്ങനെയാണ്. ത്വരീഖത്തിന്റെ ഷെയ്ഖ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയാൽ അവർ വിശ്വസിക്കുന്നത് അവർ അള്ളാഹുലേക്ക് അലിഞ്ഞു ചേർന്നു എന്നാണ്. അതുകൊണ്ട് അവർക്ക് അതിനൊക്കെയുള്ള അവകാശമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അവർ പറയും ഇനി നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചോളൂ, അത് കുഴപ്പമില്ല. അല്ല, ഖുറാനിലും ഹദീസിലും ഹറാമാണല്ലോ, അല്ലല്ല ഹലാൽ, ഞാൻ ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചാണ്. കാരണം ഷെയ്ഖിന് അതിന് അധികാരമുണ്ട്, ഷെയ്ഖിന് അള്ളാഹ് അത് കൊടുത്തിട്ടുണ്ട്. ഇവർ വിചാരിക്കുന്നത് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ എല്ലാം ശരിയായി എന്നാണ്. എവിടെയാണ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവ്? എവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് എവിടെയാണ്? അള്ളാഹുവിന്റെ പേരിൽ ഏറ്റവും വലിയ കള്ളം ചമക്കുകയാണ്. എല്ലാ കുഫറിന്റെയും ഷിർക്കിന്റെയും ആളുകൾ അങ്ങനെ തന്നെയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അവർ കള്ളം കെട്ടിച്ചമച്ചതാണ്. അള്ളാഹുവിന്റെ പുത്രനാണ്, അല്ല അള്ളാഹുവാണ് എന്നൊക്കെ രൂപത്തിൽ കള്ളം കെട്ടിച്ചമച്ചതാണ്. മക്കാ മുശ്രിക്കുകൾ അവർ ഉണ്ടാക്കിയ പങ്കാളികൾക്കും കള്ളം കെട്ടിച്ചമച്ചതാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ശുപാർശകരാക്കി കൊണ്ടു നടക്കുമെന്ന്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ആരാണ് ആകാശഭൂമികളിലുള്ള, ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം നൽകിയത്? ഈ ആളുകൾ ശുപാർശകരായി നാളെ ഉണ്ടാകുമെന്ന്, ശുപാർശകരായി തീരുമെന്ന് ആരാണ് ഇവർക്ക് വിവരം നൽകിയത്? അത് ഏറ്റവും വലിയ കളവാണ്. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ആ ഷെയ്ഖിനെ അങ്ങനെയാണ്, ഷെയ്ഖ് എന്തു പറഞ്ഞു അതുപോലെ അവർ പറയാറുള്ളത്. കുൻ മഅ ശൈഖി കൽ ബൈത്തി മൽ മുഗസ്സിൽ. മയ്യിത്ത് കുളിപ്പിക്കുന്ന ആള് മയ്യിത്തിനെ ഇങ്ങനെ മലർത്തി മയ്യിത്തൊന്നും ചെയ്യുകയില്ല. അപ്പോൾ കുളിപ്പിക്കുന്ന ആൾ അതിനെങ്ങനെയാണോ ചിരിക്കുന്നത് അതുപോലെ അതുണ്ടാവും, അങ്ങനെ കുളിപ്പിക്കും. അപ്പൊ അതുപോലെ ഷെയ്ഖിന്റെ മുന്നിൽ നമ്മൾ അങ്ങനെ കിടക്കണം. ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. വേറെ ചോദ്യം വർത്താനൊന്നുമില്ല. ഷെയ്ഖ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഷിർക്കുൻ അക്ബറാണ്. കാരണം അള്ളാഹുവിന്റെ മാത്രമായ അവകാശം, അവന്റെ ദീനിൽ നിയമങ്ങള് ഹലാലിനെ ഹറാമാക്കുക, ഹലാലും ഹറാമും തീരുമാനിക്കുക എന്ന കാര്യം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുക്കലാണ്. ഷിർക്കുൻ അക്ബറാണ്. ഒരാൾ അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അമൽ ചെയ്യണമെന്നില്ല, അവൻ ദീനിൽ പുറത്തുപോയി. ഒരാൾ അങ്ങനെ വിശ്വസിക്കുകയാണ്, എന്റെ ഷെയ്ഖിന് ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, അള്ളാഹുവിനുള്ളതുപോലെ തന്നെ അള്ളാഹു തീരുമാനിച്ചത് ഖുർആനിലും സുന്നത്തിലുണ്ട്. ഇനി പുതിയ പുതിയ കാര്യങ്ങളുണ്ടല്ലോ, അത് അള്ളാഹു ഇൽഹാമ നൽകി എന്റെ ഷെയ്ഖ് ഹറാമും ഹലാലൊക്കെ തീരുമാനിക്കും എന്ന് വ്യാജാരോപണം പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കടുത്ത ശിർക്കാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അവൻ ഒരു ഹറാമായ ഈ അനുസരണ എന്ന് പറയുന്നത് അവരനുസരിക്കുന്നത് വിശ്വാസപരമായും കർമ്മത്തിലുമൊക്കെ അനുസരിക്കുന്നതാണ്. അതിനെതിരായി തെളിവുകൾ കണ്ടാലും പിന്നതാണ് തെളിവ്. പക്ഷേ ഭരണാധികാരിയോ അല്ലെങ്കിൽ പണ്ഡിതനോ പറയുന്നത് അതിനെതിരായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതായിരിക്കും ശരി എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതിനോട് അകന്നു നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. അത് ഷിർക്കുൻ അക്ബർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ് എന്ന് വളരെ വ്യക്തമായിട്ടും അത് അവന് മനസ്സിലായിട്ടും ഈ പറയുന്ന ആളെ അനുസരിക്കുകയാണ്. ഇവിടെ അയാൾക്ക് ഹലാൽ ഹറാമാണ് ഉണ്ട്, അതിനുള്ള അവകാശമുണ്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവൻ അത് അനുസരിക്കുകയാണെങ്കിൽ അതും ഷിർക്കുൻ അക്ബറാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ കാര്യം ഷിർക്കുൻ അക്ബറാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തി മുശ്രിക്കാണെന്ന് പറയാൻ നമുക്ക് ചില കാര്യങ്ങൾ, ചില പ്രൊസീജിയേഴ്സ് അതിനുണ്ട്. ഷിർക്ക് ചെയ്യുന്ന ആൾ ഉടനെ മുശ്രിക്കാക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. ആ വ്യക്തിക്ക് വല്ല തെവീലുകളുണ്ടോ, അവനെ മനസ്സിലാകാതെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ, അവനിത് ഖുർആൻ സുന്നത്തിൽ ഉള്ളതാണെന്ന് വിചാരിച്ച് മറ്റോ ചെയ്യുന്നതാണോ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് തീരുമാനിക്കുന്ന ആൾക്കും ചില യോഗ്യതകൾ വേണം. എല്ലാവർക്കും ഇന്നാൾ മുശ്രിക്കാണ് ഇന്നാൾ കാഫറാണ് എന്ന് പറയാനുള്ള യോഗ്യതയില്ല, അതിനുള്ള അറിവ് വേണം. രണ്ട്, ആരുടെ മേലാണോ ഹുക്മ് പറയുന്നത് അയാൾക്ക് അതിന് വല്ല ഉദുറുമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടണം. ഇതും ഈ ഒന്നാമത്തെ ആൾക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം ഷിർക്കാണ്, ഷിർക്കുൻ അക്ബറാണ് എന്ന് പറയുമ്പോൾ അത് ചെയ്ത ആളുകളെ മുഴുവനും മുശ്രിക്കാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നില്ല. ഇത് ഒരിക്കലും ഇർജ അല്ല. ചില ആളുകൾ പറയും ഇത് ഇർജാഇന്റെ വാദമാണ്, ഇത് ഷിർക്ക് സംഭവിച്ചാലും അവന്റെ ഈമാൻ അതുപോലെ നിലനിൽക്കുമെന്ന് പറയുന്ന മുർജിയാക്കളുടെ വാദമാണ്. ഒരിക്കലുമല്ല.
മുർജിയാക്കളുടെ വാദമേ അല്ല. മറിച്ച് ഈ വ്യക്തിക്ക് ഉദുറുണ്ടോ ഇല്ലേ എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള വളരെ ശക്തമായ ഒരു അഭിപ്രായമാണ്. ഈ വ്യക്തിക്ക് വല്ല ഉദുറുമുണ്ടോ, ഇയാൾക്ക് വല്ല ഒഴിവ് കഴിവുമുണ്ടോ എന്നുള്ളത് മാത്രം സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്മുടെ വിഷയം ഈ വ്യക്തി ആ ഭരണാധികാരി അല്ലെങ്കിൽ പണ്ഡിതൻ പറയുന്ന, മിക്കവാറും പണ്ഡിതന്മാരായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഹലാലോ ഹറാമോ തീരുമാനിക്കുക. അപ്പൊ ആ പണ്ഡിതൻ പറയുന്നത് അനുസരിച്ച് ഇയാൾ ആ ഹറാം ചെയ്യുന്നു അല്ലെങ്കിൽ ഹലാൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് ഖുർആനിൽ അതിനെതിരായിട്ട് കണ്ടാലും അത് ഹലാലാണ്, അത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കുൻ അക്ബർ ആണ് എന്നാണ്. മൂന്നാമത്തേത്, ഇതും വിശ്വാസപരമായിട്ട് തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്, അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ അവൻ അതിനേക്കാളും അള്ളാഹുവിന്റെ നിയമത്തിനേക്കാളും മുന്തിയ നിയമമാണ് ഇത് എന്ന് വിശ്വസിക്കുകയാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ ദീനിൽ കിതാബിൽ റിബ, പലിശ, അതിന്റെ എല്ലാ ഇനങ്ങളും ഹറാമാണ്. അതിൽ ഒരു ഇനവും ഇല്ല. അതിന്റെ ഏറ്റവും ചെറിയ ഇനം പോലും അതിന്റെ ശിക്ഷയോട് ഉപമിച്ചത് ഒരുവൻ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാളും കുറ്റകരമാണ് എന്നാണ്, ഏറ്റവും ചെറുതുപോലും. അപ്പൊ എല്ലാ ഇനങ്ങളും പലിശ ഹറാമാണ്. പക്ഷെ ഒരാൾ പറയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ന രൂപത്തിലൊക്കെ ഉള്ള അതിന് പല ന്യായങ്ങളും വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലിശ ഹലാലാക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ ഇത് ഹലാലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, ഖുർആനിൽ അങ്ങനെ ഉണ്ടാവും, ശരി തന്നെയാണ്, ഹദീസിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഇവര് പറയുന്ന പോലത്തെ അങ്ങനെ ഹലാല് ആക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. ഏതൊരു ഹറാമും അത് എന്തെങ്കിലുമൊക്കെ പണ്ഡിതന്മാരുടെ ഇളവുകളൊക്കെ തേടിക്കൊണ്ട് ഹറാമുകളെ ഹലാലാക്കി കൊടുക്കുന്ന വിഭാഗം തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പലിശയൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഹലാലാക്കി കൊടുക്കുന്നു എങ്കിൽ അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നെങ്കിൽ ഇതും ഷിർക്കുൻ അക്ബറാണ്. ഇതും ഷിർക്കുൻ അക്ബറാണ്. കാരണം അവന് വളരെ വ്യക്തമാണ്, ഖുർആനിൽ ഇങ്ങനെയാണുള്ളത്, സുന്നത്തിൽ ഇങ്ങനെയാണുള്ളത്, എന്നിട്ടും അതിനേക്കാളും നല്ലതാണ് ഈ വ്യക്തി കൊണ്ടുവന്ന നിയമം എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് വിശ്വസിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് ഷിർക്കുൻ അക്ബറാണ്. ഈ മൂന്ന് കാര്യങ്ങളും, ഈ മൂന്ന് വിഷയത്തും ഷിർക്കുൻ അക്ബറാണ് നമ്മൾ പറഞ്ഞത്. ഈ മൂന്ന് കാര്യത്തിലും ഇവൻ അള്ളാഹുവിന്റെ നിയമത്തെക്കാൾ നല്ല നിയമമാണെന്ന് ഒന്നുകിൽ ഇത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമമാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഹലാൽ ഹറാമുകൾ തീരുമാനിക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഷിർക്കുൻ അക്ബറായ കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഒരു പണ്ഡിതനെ അനുസരിക്കുന്നു, ഷിർക്കിന്റെ വിഷയത്തിൽ അനുസരിക്കുന്നു. അവൻ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും, ഇവിടെ വിശ്വസിക്കുന്നില്ല. ഈ നാലാമത്തെ ഇനത്തിൽ അവൻ ആ പണ്ഡിതൻ പറയുന്ന കാര്യം അവൻ അതുപോലെ പ്രവർത്തിക്കുന്നു, ഷിർക്കാൻ. ഇപ്പൊ ഒരു പണ്ഡിതൻ പറയുകയാണ്, നീ ഇന്ന ഖബറിന്റെ അടുക്കൽ പോയി ഇന്ന ഔലിയാക്ക് വേണ്ടി ഒരാടിനെ അറക്കണം. അത് ഷിർക്കാണെന്ന് ഇവനറിയാം. അത് ഷിർക്കാണ് എന്നുള്ളത് ഇവനറിയാം. ആരാധന അള്ളാഹുവിന് മാത്രമാണ്, അറവ് അള്ളാഹുവിന് മാത്രമാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാരവും അറവും ഒക്കെ അള്ളാഹു താലക്ക് മാത്രമാണെന്ന് അള്ളാഹുവിന്റെ കൽപ്പന. അതവൻ മനസ്സിലാക്കിയവനാണ്. പക്ഷേ ഈ പണ്ഡിതനെ അവൻ അനുസരിക്കുകയാണ് ഷിർക്കിന്റെ വിഷയത്തിൽ. അങ്ങനെ അനുസരിച്ചുകൊണ്ട് അവൻ വിശ്വസിക്കണം എന്നില്ല. അനുസരിച്ചുകൊണ്ട് ആ ഷിർക്ക് പ്രവർത്തിച്ചാൽ അത് ഷിർക്കുൻ അക്ബറാണ്. അവൻ ഷിർക്കുൻ അക്ബറാണ് ചെയ്തിരിക്കുന്നത്, അത് യാതൊരു സംശയവുമില്ല. കാരണം ഷിർക്കാണ് അത് ചെയ്തത്. അത് അറവൊരു ഉദാഹരണം പറഞ്ഞു. ഏതുമാകട്ടെ ഒരാൾ പറയാണ്, നീ ഇന്ന ഖബറിന്റെ അടുക്കൽ പോയി യാ അലി യാ ഹുസൈൻ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നീ വിളിച്ചു പ്രാർത്ഥിക്കണം. ഇവൻ അറിയാം അത് ഷിർക്കാണ്. എന്നാലും പോയിട്ട് അവൻ ദീൻ എന്ന് പറഞ്ഞ നിസ്സാരാണ്, ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഞാൻ പോയി ഇങ്ങനെ അവിടെ യാ അലി യാ ഹുസൈൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഷിർക്കാണെന്നറിയാം, എന്നാലും പോയി ഞാൻ പ്രാർത്ഥിക്കും. ഇസ്തിഗാസ നടത്താൻ പറഞ്ഞാൽ ഞാൻ പോയി ചെയ്യും. അങ്ങനെ ഷിർക്കിന്റെ ഏതെങ്കിലും ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ അതും ഷിർക്കുൻ അക്ബറാണ്. അവിടെ അവന് വിശ്വാസമില്ലെങ്കിൽ പോലും ഈ പണ്ഡിതൻ അനുസരിക്കുക, ഷിർക്കിന്റെ വിഷയത്തിൽ അനുസരിക്കുക വഴി അത് ഷിർക്കുൻ അക്ബറാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം, അവൻ ഈ പണ്ഡിതൻ അനുസരിക്കുന്നു, അവൻ ഷിർക്കല്ലാത്ത ഒരു കാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഷിർക്കല്ലാത്ത ഒരു കാര്യം അവൻ അത് ചെയ്യുകയും ചെയ്യുന്നു. അവന് എന്തിന്റെ വിശ്വാസമില്ല? ഈ പണ്ഡിതന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അള്ളാഹുവിന്റെ ദീന് പോലെ, അള്ളാഹുവിന്റെ നിയമം പോലെ നിയമം ഉണ്ടാക്കാൻ അവകാശമുണ്ടെന്നോ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല നിയമമാണ് ഇയാൾ പറയുന്നതോ അങ്ങനെ വിശ്വാസമൊന്നുമില്ല. ഷിർക്കല്ലാത്ത ഒരു മഅസിയത്തിന്, ഒരു ഹറാമിന് അയാൾ പറയുന്നത് അനുസരിക്കുന്നു. അവന് വ്യക്തമാണ് ഇന്നതാണ് ദീനിലെ നിയമം എന്ന് വ്യക്തമാണ്. ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പോ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ഹറാമാണ്. ഇനിയും അത് ഹറാമാണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ, വിഡ്ഢികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ആദ്യ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരത് ഹറാമാണെന്ന് പറയുന്ന സമയത്ത് പലർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത് ലററുകൾ വലിയ വ്യക്തമായിരുന്നില്ല, അതിനുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വ്യക്തമായിരുന്നില്ല. പിന്നീട് അതിന്റെ ഉപദ്രവം വളരെ വ്യക്തമാണ്. അത് മദ്യത്തിനേക്കാളും
ഒരുപാട് ഉപദ്രവം സ്വന്തത്തിനും കൂടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ കടുത്ത ഹറാമായ കാര്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. ശരി, അത് ഹറാമാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇന്ന പണ്ഡിതൻ പറയാണത് കുഴപ്പമൊന്നുമില്ല, കറാഹത്തേ ഉള്ളൂ, വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി അവന് ഫത്വ കൊടുത്തു. അവൻ ആ ഫത്വ വെച്ച് അമല് ചെയ്യുകയാണ് എങ്കിൽ അതാണ് ഈ വിഷയം വരുന്നത്. ശിർക്കല്ലാത്ത ഒരു കാര്യത്തിൽ അയാൾക്ക് നിയമാവകാശമുണ്ടെന്നോ അങ്ങനെ ഒന്നും വിശ്വസിച്ചിട്ടുമില്ല. ശിർക്കല്ലാത്ത ഒരു മഅസിയത്തിന് അവൻ അനുസരിക്കുകയാണ്. ശിർക്കല്ലാത്ത ഒരു മഅസിയത്തിന് അവൻ അനുസരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അത് ശിർക്കുൻ അസ്ഗറാണ് എന്ന് പറഞ്ഞു, ചെറിയ ശിർക്കാണ് എന്നുള്ളത്. കാരണം മഖ്ലൂക്കുകളെ മഅസിയത്തിൽ അനുസരിക്കുക എന്നുള്ളത് ശിർക്കുൻ അസ്ഗറാണ് എന്ന് പറഞ്ഞു. ശരിയായ അഭിപ്രായമായി പല പണ്ഡിതന്മാരും പറയുന്നത് അത് മറ്റു തിന്മകൾ പോലെ തന്നെ ഒരു തിന്മയാണ്. കാരണം ഇയാൾ ഒരിക്കലും ഈ പണ്ഡിതന് ഹറാമിനെ ഹലാലാക്കാൻ അവകാശമുണ്ടെന്നോ ഒന്നും വിശ്വസിച്ചിട്ടൊന്നുമില്ല. അയാളുടെ ദേഹേച്ഛയെ പിൻപറ്റിയതാണ്. ആ ദേഹേച്ഛയുടെ ഫലമായി അയാൾ ഇന്ന പണ്ഡിതന്റെ അഭിപ്രായം സ്വീകരിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അത് ഹറാമാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് പണ്ഡിതന്മാരെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള, അല്ലെങ്കിൽ ആരെയും ആകട്ടെ അള്ളാഹു അല്ലാത്ത ഒരാളെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള 5 രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അനുസരിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അനുസരിക്കുന്ന ആളുകളെ രീതികളാണ് ഇവിടെ പറഞ്ഞത്. എല്ലാം ഹറാമാണ്. അതിൽ 4 നമ്മൾ പറഞ്ഞു ഷിർക്കുൻ അക്ബറാണ്. 5ാമത്തെ കാര്യത്തിലാണ് നമ്മൾ ഈ രൂപത്തിലുള്ള വിഷയം വന്നതും വൻ പാപമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അനുസരിക്കപ്പെടുന്ന ആളുകൾ അവർ 2 രൂപത്തിലാണ്. അനുസരിക്കപ്പെടുന്ന ആളുകൾ അവർ ഒന്നുകിൽ ദീനിൽ കഴിവുള്ള, ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള, അതിനുവേണ്ട മാർഗങ്ങളെല്ലാം ചെയ്തിട്ടുള്ള, തെളിവന്വേഷിച്ചിട്ടുള്ള, അതനുസരിച്ച് ഫത്വ പറഞ്ഞിട്ടുള്ള മുജ്തഹിദായിരിക്കും. അനുസരിക്കപ്പെടുന്ന ആളുകൾ ഒന്നുകിൽ മുജ്തഹിദായിരിക്കും. ആ മുജ്തഹിദിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന അഭിപ്രായം ശരിയായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. അയാൾ അനുസരിക്കപ്പെട്ടാൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന്, അയാൾ പറഞ്ഞതിന്റെ ശരിയായതിന്റെ പ്രതിഫലം. 2, അയാൾ ഇജ്തിഹാദ് ചെയ്തതിന്റെ പ്രതിഫലം. അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, തെളിവുകൾ കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കാൻ, അത് പറഞ്ഞു കൊടുത്തു. അയാൾക്ക് ആ 2 പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അയിമ്മത്തുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും തന്നെ അവർ ആ രൂപത്തിലുള്ള ആളുകളാണ്. അവർ മുജ്തഹിദുകളാണ്. അവർ തെളിവുകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും അതനുസരിച്ച് അവർ ഫത്വ പറയുകയും ചെയ്യും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അവർക്ക് എല്ലാ തെളിവുകളും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചിട്ടില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചിട്ടില്ല. സ്വഹാബികൾക്ക് പോലും എല്ലാ സ്വഹാബികൾക്കും എല്ലാ ഹദീസുകളും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയിമ്മത്തുകൾക്ക് പോലും എല്ലാ ഹദീസുകളും കിട്ടിയിട്ടില്ല. അവർക്കെല്ലാ ഹദീസുകളും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് തെളിവിനോട് യോജിക്കുന്ന സമയത്ത് നമ്മൾ അവരെ അനുസരിക്കുന്നതായിരിക്കും. അവർ പറയുന്നത് തെറ്റായാൽ നമ്മൾ അനുസരിക്കുന്നതല്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ശരിയായാൽ അവർക്ക് 2 പ്രതിഫലമുണ്ട്. അവർ പറഞ്ഞത് തെറ്റായാൽ അവർക്ക് 1 പ്രതിഫലമുണ്ട്. അവരുടെ ഇജ്തിഹാദിന്റെ പ്രതിഫലം അപ്പോഴും ഉണ്ട് എന്നാണ്. ഇനി 2ാമത്തെ അനുസരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ 2ാമത്തെ ആളുകൾ മുഫരിത്ത്. അവർ ഇജ്തിഹാദിന് കഴിവില്ലാത്ത ആളുകളാണ്. അവർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അങ്ങനെ ചോദിക്കപ്പെടേണ്ട ആളുകളായിരുന്നില്ല. പക്ഷെ അവർ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഹലാൽ ഹറാമുകൾ ഹുക്കുമുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അവർക്ക് അറിവില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്നത് ഒരു വൻ പാപമാണ്, വലിയ അപകടം പിടിച്ച കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല തഖൂലു, നിങ്ങൾ പറയാൻ പാടില്ല, ലിമ തസിഫു അൽസിനതികും അൽ കദിബ് ഹാദാ ഹലാൽ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. നിങ്ങളുടെ നാവ് വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കളവ് പറയാൻ പാടില്ല. ഇത് ഹലാലാണ്, ഇത് ഹറാമാണ്. അത് അള്ളാഹുവിന്റെ മേൽ വ്യാജാരോപണം കെട്ടിച്ചമക്കലാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പറയുന്ന, വിവരമില്ലാതെ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണെന്ന് പറയുന്നവർ ലാ യുഫ്ലിഹൂൻ, വിജയിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത്രയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ചുരുക്കം ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, ആദ്യത്തെ കാര്യം ഭരണാധികാരികളെ അനുസരിക്കുന്നതിലുള്ള 3 രൂപത്തിലുള്ള കാര്യം, പിന്നീട് പണ്ഡിതന്മാരെ അനുസരിക്കുന്നതിലുള്ള 2 രൂപത്തിലുള്ള കാര്യം, പിന്നീട് ഹറാമായ അനുസരണം 5 രൂപത്തിലുണ്ട് എന്ന്
പറഞ്ഞു. അനുസരിക്കപ്പെടുന്നവർ 2 രൂപത്തിലുണ്ട് എന്നതും പറഞ്ഞു. അതിനുശേഷം ഈ അധ്യായത്തിന്റെ തെളിവുകളിലേക്ക് പോകാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാ, ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുകയാണ്, വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു അസറാണിത്. യൂഷികു അൻ തൻസില അലൈക്കും ഹിജാറതൻ മിനസ് സമാ അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലൂൻ ഖാല അബൂബക്കർ വഉമർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യൂഷികു അൻ തൻസില അലൈക്കും ഹിജാറതൻ മിനസ് സമാ, ആകാശത്ത് നിന്നും കല്ലുകൾ വർഷിക്കുമെന്ന്, കല്ലുകൾ വർഷിക്കാറായിട്ടുണ്ട്, ആകാശത്ത് നിന്നും കല്ലുകൾ വർഷിക്കാറായിട്ടുണ്ട്. അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വതഖൂലൂൻ, അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഖാല അബൂബക്കർ ഉമർ, അബൂബക്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉമർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ്. ഈ അസർ ഇത് തെളിവിന് കൊള്ളുന്ന അസറാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല കിതാബുകളിലും ഇതിന്റെ സനദ് യഥാർത്ഥ രൂപത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് തെളിവിന് കൊള്ളുന്ന രൂപമാണ് എന്ന് പണ്ഡിതന്മാർ പല വ്യത്യസ്ത സനദുകളിലൂടെ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് തെളിവുകളോട് യോജിക്കുന്നതാണ് എന്ന് വന്നിട്ടുണ്ട്. എന്താണ് ഈ ഹദീസ്, ഈ അസറിൽ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? യൂഷിക്കു, അദ്ദേഹം പറയാണ്, ആകാറായിട്ടുണ്ട്, അൻ തൻസില അലൈക്കും ഹിജാറത്തുൻ മിനസ് സമാ, ആകാശത്ത് നിന്നും കല്ലുകൾ വർഷിക്കാറായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമൂഹങ്ങളെ, ളാലിമീങ്ങൾ, അക്രമകാരികൾ നശിപ്പിച്ചത് ആകാശത്തു നിന്നും ചരൽ വർഷം ഇറക്കിക്കൊണ്ടാണ്. അങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആകാശത്തു നിന്നും ചരൽ വർഷം ഇനിയും ഇറക്കുമെന്നുള്ളത് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള താക്കീത് ചെയ്യപ്പെട്ട ഒരു വലിയ പാപമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താണ് ആ പാപമായിട്ട് അദ്ദേഹം പറയുന്നത്? അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലുന ഖാല അബൂബക്കർ വ ഉമർ, ഞാനൊരു കാര്യം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാണ്, അബൂബക്കർ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ, ഉമർ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ റളിയല്ലാഹു അൻഹുമ എന്നതാണ്. നിങ്ങൾ നോക്കണം, ഇവിടെ ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളലായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും അഫ്ളലായ 2 ആളുകളാണ് അബൂബക്കറും ഉമറും. വേറൊരു അഭിപ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാൾ അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അഫ്ളലായിട്ടുണ്ട്. ആരാണ് അയാൾ? ആർക്കാണ് അറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അബൂബക്കറിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കറിനേക്കാൾ ഉമറിനേക്കാൾ അഫ്ളലായ ഒരു വ്യക്തിയുണ്ട് എന്നാണ് ഈ ഉമ്മത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഒരാളുണ്ട്. ആരാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുക, ഇവിടെ ഭരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ട് പരിഗണിക്കപ്പെടുമെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൽ അഫ്ളലായിട്ടുള്ളത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ശ്രേഷ്ഠരായ 2 ആളുകൾ, അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നതിൽ തർക്കമില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അമ്പിയാവാണ്. അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ 2 വ്യക്തിത്വങ്ങൾ അബൂബക്കർ, ഉമർ. തീർന്നില്ല. ഈ 2 വ്യക്തിത്വങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാൻ പോലും ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഫഅലൈക്കും ബിസുന്നതി, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്തിറാഖിന്റെ ഹദീസ് വന്നപ്പോൾ ഈ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിച്ചു പോകും, എല്ലാവരും നരകത്തിൽ പോകും, വിജയിച്ച കക്ഷികൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഫഅലൈക്കും ബിസുന്നതി, ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്റെ സുന്നത്ത്, എന്റെ മാർഗം, എന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണം. വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ, സച്ചരിതരായ എന്റെ ഖുലഫാ റാഷിദീങ്ങളെ പിൻപറ്റണം. അതിലേറ്റവും പ്രധാനികൾ ഈ 2 ആളുകളാണ്, അബൂബക്കറും ഉമറും. തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിസ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മുറുകെ പിടിക്കണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയും പറയപ്പെട്ട ആളുകളാണ് ആര്? അബൂബക്കറും ഉമറും. അഫ്ളൽ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ സുന്നത്ത് പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെല്ലാം പദവികൾ ഉണ്ടായ അബൂബക്കറും ഉമറിന്റെ കാര്യം പോലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അബൂബക്കർ പറഞ്ഞു, ഉമർ പറയുന്നതിൽ കാര്യമില്ല. ഹദീസിൽ വളരെ വ്യക്തമായി ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ പിന്നീട് സഹാബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഹദീസിനെതിരായിക്കൊണ്ട് സഹാബിയുടെ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ വിഷയം അതല്ല.
വിഷയം അബൂബക്കർ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ടൊന്നും പറയുകയില്ല. വിഷയം അതല്ല. അപ്പോൾ പിന്നെ അതിന് താഴെ മാത്രം വരുന്ന അയിമ്മത്തുകൾ, ഇമാമുമാർ, പണ്ഡിതന്മാർ, ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? അതിലേക്കാണ് വിഷയം പോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നേരെ വരുന്ന സമയത്ത് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അൽ-ഉമ്മിൽ ഇങ്ങനെ ഒരു അഭിപ്രായം കാണുന്നുണ്ട്, ഇമാം മാലിക് ഇങ്ങനെ പറഞ്ഞതായി ഒരു അഭിപ്രായം കാണുന്നുണ്ട്, അബൂ ഹനീഫ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമർ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അസർ ആലോചിക്കുക. ഉമറും അബൂബക്കറും പറഞ്ഞാൽ പോലും കാര്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ബാധ്യതയായിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതിലേക്കാണ് ഈ തെളിവ് അദ്ദേഹം കൊടുത്തത്. കാരണം അള്ളാഹുവും റസൂലും മാത്രമാണ് നിരുപാധികം അനുസരിക്കപ്പെടാൻ അർഹരായിട്ടുള്ളത്. ബാക്കിയുള്ളവർ അള്ളാഹുവും റസൂലും പറഞ്ഞാലേ അനുസരിക്കപ്പെടാവൂ, അതിനെതിരായി പറഞ്ഞാൽ അനുസരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതായി കൊടുത്തിട്ടുള്ളത് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഒരു ഖൗലാണ്. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖാല അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, അജിബ്തു ലിഖൗബിൻ, ഒരു ജനതയുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത്ഭുതം രണ്ട് രൂപത്തിലുണ്ട്. അത്ഭുതം അജബുൻ ഇൻകാരി ഉണ്ട്. അത്ഭുതം നല്ലൊരു കാര്യം കണ്ട് അത്ഭുതപ്പെടുക എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്, എത്ര പറഞ്ഞിട്ട് ശരിയാകുന്നില്ല എന്റെ അവസ്ഥ. ആ രൂപത്തിൽ ഇൻകാർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അജിബ്തു ലിഖൗമിൻ, ഒരു ജനതയുടെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അറഫു അൽ ഇസ്നാദ വസിഹതഹു, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സനദ് അത് കിട്ടിയിട്ടുണ്ട്, അത് സഹീഹാണെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് സനദ് കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് കേട്ടു, സഹാബത്തിൽ നിന്ന് താബീങ്ങൾ കേട്ടു, ഇങ്ങനെയുള്ള സനദ് വളരെ കൃത്യമായി കിട്ടി, അത് സ്വഹീഹാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടോ യദ്ഹബൂന ഇലാ റഈ സുഫിയാൻ, പിന്നീട് സുഫിയാൻ റഹിമഹുള്ളയുടെ, സുഫിയാൻ സൗരിയാകട്ടെ, സുഫിയാൻ ഇബ്നു ഉയൈന ആകട്ടെ, ആരുടെയെങ്കിലും അഭിപ്രായത്തിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവർക്കതിന് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹു തആല യഖൂൽ, അല്ലാഹു തആല പറഞ്ഞു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദർ, ഒരു വിഭാഗം ജനങ്ങൾ കരുതിയിരിക്കട്ടെ, അല്ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലാഹു തആലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കെതിരായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കരുതിയിരിക്കട്ടെ, അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടുന്നത്, ബാധിക്കുന്നത് അവർ കരുതിയിരിക്കട്ടെ. എന്നിട്ട് ഇമാം അഹ്മദ് ചോദിക്കുകയാണ്, അച്ചദ്രീമൽ ഫിത്ന, ആയത്തിൽ പറഞ്ഞ ഫിത്ന എന്താണെന്ന് അറിയുമോ? അശ്ശിർക്ക്, ശിർക്കാണത്. ലഅല്ലഹു ഇദാ റദ്ദ ബഅല ഖൗലിഹി, ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു ഖൗല് അവൻ തള്ളിക്കളഞ്ഞാൽ, ഒഴിവാക്കി കളഞ്ഞാൽ, അൻ യഖഅ ഫീ ഖൽബിഹി ശൈഉം മിനൽ സൈഗി ഫയഹ്ലക്, എന്തെങ്കിലും ഒക്കെ ഒരു വക്രത അവന്റെ ഹൃദയത്തിലേക്ക് കയറുകയും അങ്ങനെ വഴിയെ നശിച്ചു പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഈ ആയത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ ആയത്ത് എന്താണ്? ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് എതിരാകുന്നവരെ കരുതിയിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ ഖാലഫ എന്ന് പറയുന്ന ക്രിയ, എതിരായി എന്നുള്ള ക്രിയ, ഈ ക്രിയ നമ്മൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്രിയ രണ്ട് രൂപത്തിലുണ്ട്. ലാസിമായ ക്രിയ എന്ന് പറയും, അതായത് ആ ക്രിയ ചെയ്യുന്ന വ്യക്തിയിൽ തന്നെ ഒതുങ്ങുക. അല്ലെങ്കിൽ മുത്തഅദ്ദിയായ ക്രിയ എന്ന് പറയും, ആ ക്രിയ മറ്റൊരാളുടെ മേൽ വീഴുക. അതൊരു ഭാഷാപരമായ ചർച്ചയാണ്. അറിയുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്ക് ഭാഷ പഠിക്കാനുള്ള ഒരു പ്രചോദനമാവുകയും തീരും. അപ്പോൾ ഈ ഖാലഫ എന്ന് പറയുന്നത് മുത്തഅദ്ദിയായ ഫിഅലാണ്, അതിനൊരു മഫ്ഊലും ബിഹി ഒക്കെ വരുമെന്നാണ്. ഇപ്പൊ ഖാലഫ സെയ്ദുൻ അംറൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് അംറിനെതിരായി എന്നാണ്. അതുകൊണ്ട് തന്നെ മുത്തഅദ്ദിയായ ഫിഅലിന് ഒരു തഅദ്ദിക്ക് വേണ്ടി ഒരു ഹർഫ് ആവശ്യമില്ല. എന്നിട്ടും ഇവിടെ അൻ എന്ന് പറയുന്ന ഹർഫ് ഇവിടെ കൊടുത്തു, യുഖാലിഫൂന അൻ അംരിഹി എന്ന് കൊടുത്തു. ഇതിന്റെ ഫായിദയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ കേവലം എതിരാവലല്ല, മറിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുന അൽ മുഖാലഫത്തു ഹുന ദുമ്മിനത്തിൽ ഇറാദ് എന്ന് പറയും, എതിരായി തിരിഞ്ഞു കളയുക എന്നാണ്. നേരെ എതിരാവൽ മാത്രമല്ല, എതിരായി തിരിഞ്ഞു കളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവ് കണ്ടിട്ട് അതിനെതിരാവുന്ന പലരും ഉണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നറിയാത്ത ജഹലുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇജ്തിഹാദ് ചെയ്ത് അതിൽ പിഴവ് പറ്റുന്ന ആളുകൾ. അല്ല, ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്, വേറൊരു ഹദീസ് ഇങ്ങനെയുണ്ട്, അപ്പൊ ഒരു പക്ഷേ ഇതാണ് ശരി എന്നുള്ള നിലക്ക് മറ്റേ ഹദീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അതന്നെയായിരിക്കും ശരി. രണ്ട് ഹദീസിൽ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അതിനെ ജമ്മ ചെയ്യും, ഇന്നത് സ്വീകരിക്കും, ചിലപ്പോൾ ഒരു ഹദീസ് മാറ്റി വെക്കേണ്ടി വരും, ഇതായിരിക്കും കൂടുതൽ
ശരി, പക്ഷെ അതായിരിക്കും ശരി. പക്ഷെ അവന് ഇജ്തിഹാദിന്റെ ഉദുറുണ്ട്, അവൻ അങ്ങനെയാണ് എതിരായത്, തിരിഞ്ഞു കളഞ്ഞിട്ട് എതിരായല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് തിരിഞ്ഞു കളഞ്ഞെതിരാകുന്ന ആളുകളാണ്, എതിരായി തിരിഞ്ഞു കളയുക, അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അങ്ങനെ എതിരായി തിരിഞ്ഞു കളയുന്നവർക്ക് ബാധിക്കുന്നത് അൻതുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുമെന്നാണ്. ഫിത്നയെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, വലിയ ആപത്ത് എന്തെങ്കിലും വരും, അല്ലെങ്കിൽ വലിയ ശിക്ഷ ബാധിക്കുമെന്നാണ്. ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത് അവന്റെ ഹൃദയത്തിൽ ശിർക്ക് ബാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ രൂപത്തിലുള്ള ബിദ്അത്തുകൾ ബാധിക്കുമെന്നാണ്. നമ്മൾ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായിക്കൊണ്ട്, അവിടുത്തെ കൽപ്പനയ്ക്കെതിരായിക്കൊണ്ട് അനുസരിച്ച ആൾ ഷിർക്കിന്റെ 5 രൂപങ്ങളിൽ 4 രൂപങ്ങൾ ഷിർക്കാകുന്നതും അതിന് താഴെയുള്ള ഹറാമാകുന്നതും ഒക്കെ ബാധിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ ചിലപ്പോൾ ഹറാമാകുന്ന രൂപത്തിലായിരിക്കും തുടങ്ങുക, പിന്നീട് അത് ഷിർക്കായി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുസീബഹും ഫിത്ന യുസീബഹും അദാബുൻ അലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളും നാവ് കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകുന്നു എന്ന് പറയില്ല. അതൊരാളും പറയില്ല. ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളായ റാഫിദുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാണെന്ന് പറയുകയില്ല. പക്ഷെ അവരുടെ ലിസാനുൽ ഹാൽ കൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇത് വരിക. ഒരാളും പറയില്ല ഞാൻ റസൂലിന്റെ ഇതിനോട് എതിരായി എന്ന് ആരും പറയില്ല. അത് പ്രവൃത്തി കൊണ്ടാണ്. എങ്ങനെയാണ് പ്രവൃത്തി കൊണ്ട്? റസൂലിന്റെ ഹദീസ് ഇങ്ങനെ കാണുന്നു, അല്ലാഹു തആലയുടെ കൽപ്പന കാണുന്നു, പക്ഷെ ഇവന്റെ ഷെയ്ഖ് പറഞ്ഞു, ഇവന്റെ ഇമാമ് പറഞ്ഞു, ഇവന്റെ പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെതിരാവുക എന്നുള്ളതേ സംഭവിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരാളും മനഃപൂർവ്വം അങ്ങനെ നാവ് കൊണ്ട് പറയില്ല. ഈ പറഞ്ഞ അസർ എന്ന് പറയുന്നത്, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് എതിരായാൽ അവനെ ബാധിക്കുന്ന മുസീബത്ത് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാനുള്ള തെളിവാണ്. അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് അവനിൽ ഷിർക്ക് വരെ സംഭവിക്കാൻ, ചിലപ്പോൾ ചെറിയ ഷിർക്കായിട്ടായിരിക്കും ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നതാണെന്ന് വ്യക്തമായിട്ടും അതിനെതിരായി ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ചിലപ്പോൾ ഒരാളുടെ നാശത്തിന്റെ, അയാൾ വഴിപയച്ചു പോകുന്നതിന്റെ തുടക്കം അതായിരിക്കും. സാധാരണ ഒരാൾ മഅസിയത്ത് ചെയ്യുന്നത് പോലെയല്ല, ഒരാൾ ഒരു ഹറാമ് ചെയ്യുന്നത് പോലെ സാധാരണ ചെയ്യുന്നത് പോലെയല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതാണെന്ന് വ്യക്തമായിട്ടും അതിനേക്കാളും നല്ലത് ഇന്നതാണ്, അല്ലെങ്കിൽ അതിനേക്കാളും മസ്ലഹത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞ് ഒരാൾ മറ്റൊരാളുടെ വിധിയെ തേടി അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ വാക്കാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇത് പൂർവികരായ മുഴുവൻ അഇമ്മത്തുകളുടെയും വിശ്വാസം ഇത് തന്നെയായിരുന്നു. പൂർവികരായ മുഴുവൻ അഇമ്മത്തുകളും അവർ ഹക്കിനെ എപ്പോഴും തെളിവുകളോട് ബന്ധിപ്പിച്ചിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ഇന്നതാണ് ഹക്ക്, സ്വീകരിക്കേണ്ട കാര്യം എപ്പോഴും അവർ തെളിവുകളോടുകൂടിയാണ് ബന്ധിപ്പിച്ചത്. ഇബാദത്തുകളെയും അവർ തെളിവുകൾ കൊണ്ടാണ് അവർ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കാണുന്ന ആളുകളുടെ സ്വഭാവം കണ്ടിട്ട് അവർ ചില അയിമ്മത്തുകളുടെ പേരൊക്കെ ഉരുവിടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് അവരൊക്കെ ഇവരെ പോലത്തെ ആൾക്കാരാണ്. അല്ല, നമ്മുടെ അയിമ്മത്തുകൾ അവർ ഏതൊരു അമല് ചെയ്യുന്ന സമയത്തും അവർ തെളിവുകൾ നോക്കിയിരുന്നു. ഖുർആൻ നോക്കിയിട്ട്, ഹദീസുകൾ നോക്കിയിട്ട്, സ്വഹാബികൾ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ട്, അത് പരിഗണിച്ചിട്ട്, അങ്ങനെയാണ് അവർ ഏതൊരു ഇബാദത്തും ചെയ്തിരുന്നത്. അങ്ങനെയാണ് മുഴുവൻ അയിമ്മത്തുകളും. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ധാരാളം അയിമ്മത്തുകൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹിമഹുള്ളയോട് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മിൻ ഐന ഉഹരിം, ഒരു മദീനക്കാരനാണ്, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. നമുക്കറിയാം മദീനക്കാർ ദുൽ ഖുലൈഫയിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അദ്ദേഹം അത് പറഞ്ഞു, മിൻ ഹൈസു അഹ്റമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തെടുത്തുനിന്ന് പോയി ഇഹ്റാം ചെയ്യണം. അയാൾ ചോദിച്ചു, ഫഇൻ അഹ്റംതു മിൻ അബ്അദ മിൻ, ഞാൻ അതിനേക്കാളും ദൂരത്തുനിന്ന് ചെയ്താലോ? അപ്പൊ എന്താ ഫായിദ? കുറെ കൂടി നേരെ ഇഹ്റാമിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഇഹ്റാമിലായത് മുതൽ തഹല്ലുലാകുന്നത് വരെ നമ്മൾ ഇബാദത്തിലാണ്. ഉംറ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇബാദത്തിൽ പ്രവേശിച്ചു. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യൂല. തുന്നിയ വസ്ത്രം പുരുഷന്മാര് ആകൃതിയുള്ള വസ്ത്രം ധരിക്കൂല, തലമുറക്കൂല, അവർ സുഗന്ധം ഉപയോഗിക്കൂല, സ്ത്രീയുമായി ബന്ധപ്പെടുകയിൽ ഒരുപാട് കാര്യം ചെയ്യുകയില്ല, ഇബാദത്തിലാണ്. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ഫൈൻ അഹ്റംതു മിൻ അബഅദ മിൻ, ഞാൻ കുറെ ദൂരത്തുനിന്ന് ഇഹ്റാം ചെയ്താലോ? അദ്ദേഹം പറഞ്ഞു, ഫലാ തഫഅൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫഇന്നി അഖാഫു അലൈക്കൽ ഫിത്ന, നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അപ്പോ ഈ വ്യക്തി ചോദിച്ചു, വഅയ്യു ഫിത്ന ഫി ഇസ്ദിയാദിൽ ഖൈർ, ശരിക്കും ശ്രദ്ധിക്കണം, ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വഅയ്യു ഫിത്ന ഫി ഇസ്ദിയാദിൽ ഖൈർ, ഖൈറിന് കുറച്ചും കൂടി ഖൈർ ചെയ്യുന്നതിൽ എന്ത് ഫിത്നയാണുള്ളത്?
ഞാൻ കുറച്ചും കൂടി നേരത്തെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതല്ലേ ചെയ്യുന്നുള്ളൂ. അതിലെന്ത് ഫിത്നയാണുള്ളത്? ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഇന്നല്ലാഹ തആല യഖൂൽ, ഇതേ ആയത്ത് തെളിവൊഴിച്ചു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് എതിരായിക്കൊണ്ട് ഒരുവൻ പ്രവർത്തിക്കുന്നത് അവന് ഫിത്ന ബാധിക്കുമെന്ന്, വേദനയേറെ ശിക്ഷ ബാധിക്കുമെന്ന് അവൻ കരുതിയിരിക്കട്ടെ. വഅയ്യു ഫിത്നത്തിൻ അഅളമു മിൻ അൻ തറാ അന്നക ഖുസിസ്ത ബിഫദ്ലിൻ ലം യുഖസ്സ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമാക്കാത്തൊരു ഫദ്ല് നീ അതിന് ഫദ്ൽ ഉണ്ടാക്കുക, അതിനേക്കാളും വലിയ ഫദ്ൽ നീ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും വലിയ ഫിത്ന എന്താ ഉള്ളത് എന്നാണ് അദ്ദേഹം ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിച്ചത്. പല ആളുകളും അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഞാൻ കുറച്ച് ഖൈറല്ലേ ചെയ്യുന്നത്, കുറച്ചും കൂടി അങ്ങനെ ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുകയാണ്. അപ്പൊ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഉമ്മിൽ പറഞ്ഞത് കാണാം, ഇതേ ആയത്ത് ഉദ്ധരിച്ചു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരാകുന്ന, അതിനോട് എതിര് പ്രവർത്തിച്ച് തിരിഞ്ഞു കളയുന്ന ആളുകൾ കരുതിയിരിക്കട്ടെ എന്നായത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫഅലിമ അന്നൽ ഹഖ്ഖ കിതാബുല്ലാഹ് സുമ്മ സുന്നത്തു നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയപ്പെട്ട കാര്യമാണ്, സത്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇമാം ഷാഫി റഹിമഹുള്ളാഹുടെ വാക്കാണ്, ഫലൈസ ലിമുഫ്തിൻ വലാ ലിഹാകിമിൻ. ഒരു മുഫ്തിക്കോ ഒരു വിധികർത്താവിനോ അവന് ഹക്കില്ല അൻ യുഫ്തിയ വലാ യഹ്കുമ ഹത്താ യകൂന ആലിമൻ ബിഹിമാ വലാ അൻ യുഖാലിഫഹുമാ വലാ വാഹിദൻ മിൻഹുമാ ബിഹാലിൻ ഫഇദാ ഖാലഫഹുമാ ഫഹുവ ആസിൻ ലില്ലാഹി അസ്സ വജൽ ഫഹുമുഹു മർദൂദുൻ. അവൻ വിധിക്കുന്ന സമയത്ത് അവൻ ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും കൃത്യമായി അറിഞ്ഞിട്ടല്ലാതെ വിധിക്കാനോ ഫത്വ പറയാനോ പാടില്ല എന്നും, അതിനോട് എതിരാകാൻ പാടില്ല എന്നും, അതിനോട് ഒന്നിനോടും എതിരാകാൻ പാടില്ല എന്നും അവൻ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അവൻ എതിരായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്, അവന്റെ വിധി തള്ളപ്പെടേണ്ടതാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് ഏതൊരു ആലിമാകട്ടെ, ഏതൊരു ഇമാമാകട്ടെ, നമ്മളത് പറയുന്ന കൃത്യമായി ആയത്തുകളും ഹദീസുകളും പറയുന്ന സമയത്ത് നമുക്ക് അയിമ്മത്തുകളുണ്ട്, ഇന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ, അവർ പറയാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് പറയും, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയും. ഇനി അതല്ല എങ്കിൽ അവർക്ക് തെറ്റുപറ്റിയ കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കും. നമ്മൾ ഹദീസ് കൊടുത്തു കഴിഞ്ഞാൽ പുച്ഛഭാവമാണ്. എന്ത് ഹദീസ്, നിങ്ങൾക്ക് എന്ത് ഹദീസ് തിരിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ആയത്ത് തിരിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നിന്ന് എടുത്തു കൊടുത്താൽ, സ്വഹാബികളുടെ കൗലുകൾ എടുത്തു കൊടുത്താൽ, അവർക്ക് അപ്പോഴും അവർ കടിച്ചു തൂങ്ങിയ ഒരു ആലിമിന്റെ പേരാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. അത്തരക്കാർക്കുള്ളതാണ് യഥാർത്ഥത്തിൽ ഇമാം മാലിക്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുമൊക്കെ ആയ ഈ കൗലുകൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തെളിവ് കിട്ടിയിട്ടും ആ തെളിവിനെ തള്ളിക്കളയുക എന്നുള്ളത്, അതായത് ഒരു ആലിമിന് അയാൾക്ക് ഉദുറുള്ളതാണ്, അയാൾക്ക് 2 കൂലിയിൽ നിന്ന് 1 കൂലിയാവുന്നേ ഉള്ളൂ, അയാൾക്ക് തെറ്റിപ്പോയാൽ. അങ്ങനെയുള്ള ഒരു ആലിമിനെ ഒരാൾ തെളിവ് കിട്ടിയിട്ടും അതിനെ എതിരായി പിൻപറ്റുക എന്നുള്ളത് 2 കാര്യങ്ങൾ കൊണ്ട് അത് തെറ്റാണ്. ഒന്ന് ശറഇനെതിരാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആയത്തുകൾ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഉലിൽ അംരി മിൻകും, അല്ലാഹു തആല പറയുന്നത് നോക്കണം, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഉലിൽ അംറിനെ അഥവാ ഭരണാധികാരികളും പണ്ഡിതന്മാർ ഇവരെ അനുസരിക്കണം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. പക്ഷേ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ മടക്കേണ്ടത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഒരു ആലിമിന്റെ പേര് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഒരിക്കലും തന്നെ ഫറുദ്ദൂഹു ഇലാ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ടില്ല. മടക്കാൻ പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആരിലേക്കേ മടക്കാൻ പാടുള്ളൂ? ഇലല്ലാഹി വ ഇലർ റസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മാത്രം. അവിടെ ഉലുൽ അംറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം മടക്കപ്പെടാൻ അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും മാത്രമേ ഉള്ളൂ. അഭിപ്രായ വ്യത്യാസത്തിലായാൽ അത് മാത്രമേ ഉള്ളൂ. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലേക്കല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മടക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നാളെ അല്ലാഹു വിചാരണ ചെയ്യും എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക എന്നുള്ളത്. വഅഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനവും അത് തന്നെയാണ് എന്നാണ്. അപ്പൊ ഇത് ശറഇനെതിരാണെന്ന് മനസ്സിലായി. അതുപോലെ അഖ്ലിനും എതിരാണ്, ബുദ്ധിക്കും എതിരാണിത്. എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഹക്കിലേക്ക് നമുക്ക് വഴി നടത്തുന്ന ആളുകളാണ്. അവർ ഹക്കല്ല, അവർ ഹക്കിലേക്ക് നമുക്ക് വഴി നടത്തുന്ന ആളുകളാണ്. പണ്ഡിതന്മാര് അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കോമ്പസ് എന്ന് പറയുന്നത്, അത് നോക്കി നമ്മൾ കിബില കണ്ടുപിടിക്കും. കോമ്പസ് കിബില അല്ല, കോമ്പസ് കിബില കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരാള് മക്കത്തേക്ക് പോയി, കാബയുടെ നേരെ മുന്നിലെത്തി, കാബ കാണുകയാണ്.
അയാൾക്ക് എന്നിട്ട് മതിയാകുന്നില്ല. അയാൾ പോക്കറ്റിൽ നിന്ന് കോമ്പസ് എടുത്തു നോക്കി. കോമ്പസ് നോക്കുമ്പോൾ തിരിഞ്ഞടക്കാണ് നേരെ എതിർവശത്തേക്ക്. ഇയാൾ കോമ്പസിൽ നേരെ എതിർവശത്താണുള്ളത്. ഞാൻ തിരിഞ്ഞിട്ട് എതിർവശത്തേക്ക് അയാൾ നിസ്കരിക്കുകയാണ്. കാബ മുന്നിൽ കാണുകയാണ്. പക്ഷെ കോമ്പസ് നേരെ തിരിഞ്ഞു കാണുന്നുണ്ട്. കോമ്പസിന് കേടുപറ്റിയതാണ്. കോമ്പസ് ഒരു യന്ത്രം മാത്രമാണ്, അതിന് കേടുപറ്റി. അത് കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. അയാൾ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞ അപ്പൊ അങ്ങോട്ടായിരിക്കും കാബ, അങ്ങോട്ടായിരിക്കും നിസ്കരിക്കേണ്ടതെന്ന് ഒരാൾ പറഞ്ഞാൽ ബുദ്ധിക്കുമെതിരായ കാര്യമാണത്. അതാണ് പറഞ്ഞത്, ബുദ്ധിക്കുമെതിരാണ്. പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നവരാണ്. അവർ പാപസുരക്ഷിതരല്ല. അവരുടെ തെളിവുകൾക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ, വീലുകൾ കാരണത്താലോ അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾ തെറ്റാകാനോ, അവരുടെ തെളിവുകൾ സഹിഹാണെന്ന് വിചാരിച്ചത് ദുർബലമാകാനോ ഒക്കെ സാധ്യതയുണ്ട്, ഈ കോമ്പസിന് അപാകത വന്നതുപോലെ. അതുകൊണ്ട് ഇവിടെ കാബ നേരിൽ കാണുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹദീസുകൾ നേരിൽ കാണുന്ന, തെളിവ് നേരിൽ കാണുന്ന ഒരുവൻ അത് കണ്ടിട്ടും ഇന്ന് പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ശരി, ഹദീസ് ഞാൻ കണ്ടു, സഹീഹ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുത്തഫഖുൻ അലഹിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സുനനുകളിലോ മുസ്നദുകളിലോ ഒക്കെ ഉണ്ട്, സഹീഹാണ്, സംശയമില്ല, പരിശോധിച്ചു, തൃപ്തിയാവുന്നില്ല. കാരണം ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടില്ല, ഇമാം ഷാഫി അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇമാം മാലിക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അബു ഹനീഫ അതിനെതിരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവരെ പിൻപറ്റുന്നവൻ യഥാർത്ഥത്തിൽ അഖ്ലിനും എതിരാണ്, ശറഇനെതിരാണെന്ന് നേരത്തെ ആയത്തിന്റെ തെളിവ് മനസ്സിലാക്കി. അതുപോലെ അഖ്ലിനും എതിരാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അവസാനത്തെ തെളിവ് അദ്ദേഹം കൊടുത്തത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ്. അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു നേരത്തെ നസ്രാണിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ഹദീസാണത്. അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഹാദിഹിൽ ആയ. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയാൻ പോകുന്ന ആയത്ത് പാരായണം ചെയ്യുന്നത് കേട്ടു. ഏതാണ് ആയത്ത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. സൂറത്തു തൗബയിലെ 31-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. ഇത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുന്നു, അഹ്ബാറഹും, അവരുടെ ഹിബറുകൾ എന്ന് പറഞ്ഞാൽ യഹൂദർക്കിടയിലുള്ള അവരുടെ പണ്ഡിതന്മാരെ കുറിച്ച്, യഹൂദർക്കെതിരെ കൂടെയുള്ള യഹൂദ പണ്ഡിതന്മാരെയാണ് അഹ്ബാർ എന്ന് പറയുന്നത്. ഹബർ എന്നോ ഹിബർ എന്നോ ഒക്കെ അതിന് ഏകവചനമുണ്ട്, അഹ്ബാർ എന്നുള്ളതിന് ബഹുവചനമാണ്, യഹൂദ പണ്ഡിതന്മാർ. അതുപോലെ റുഹ്ബാൻ എന്ന് പറയുന്നത് റാഹിബ് എന്ന് പറഞ്ഞ നസ്രാണികളുടെ പണ്ഡിതന്മാരെയാണ്. നസ്രാണികളുടെ ഈ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ യഹൂദകളുടെ പണ്ഡിതന്മാരെ അവർ സ്വീകരിക്കുന്നു അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളാക്കി സ്വീകരിക്കുന്നു എന്നാണ്. ഫഖുൽതു ലഹു, അപ്പോൾ നസ്രാണിയായ വ്യക്തിയാണിത്, അത് പറയുമ്പോൾ മുസ്ലിം ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഹദീസിൽ കാണാൻ സാധിക്കും, ഇദ്ദേഹം ഒരു സ്വർണത്തിന്റെ ഒരു കുരിശൊക്കെ കഴുത്തിൽ തൂക്കിയിട്ടാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അദി അൽഖി അൻക ഹാദൽ വസൻ, ഈ വസൻ, ഈ വിഗ്രഹം കൊണ്ടുപോയി നീ കളയാൻ പറഞ്ഞു. ആരാധിക്കപ്പെടുന്നതൊക്കെ വസനാണ്, അത് വലിച്ചെറിയെന്ന് പറഞ്ഞു. അദ്ദേഹം അത് വലിച്ചെറിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് കേട്ടത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലസ്നാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഇത്തഖദു അർബാബൻ, ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അർബാബൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മഅബൂദ് എന്നുള്ള അർത്ഥത്തിലാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഖുർആനിൽ റബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇബാദത്ത് ചെയ്യപ്പെടുന്ന അള്ളാഹ്, ഇലാഹ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ന ലസ്നാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ഇബാദത്തൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം. അവർ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ അവർ ഹറാമാക്കാറില്ലേ? വതുഹർരിമൂനഹു, അങ്ങനെ നിങ്ങളത് ഹറാമായി കാണും. വയുഹില്ലൂന മാ ഹറമല്ലാഹ്, അതുപോലെ അള്ളാഹു ഹറാമാക്കിയതിനെ അവർ ഹലാലായി കാണാറില്ലേ, ഹലാലാക്കി പറയാറില്ലേ? വതുഹില്ലൂനഹു, പിന്നീട് നിങ്ങളത് ഹലാലായി കാണും. ഖുൽതു ബല, ഞാൻ പറഞ്ഞു അതെ. ഖാല ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷിർക്കുൻ അക്ബറിന്റെ ആമുഖത്തിൽ പറഞ്ഞ ഇനങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് തന്നെയാണ് അവർക്ക് ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കുക, അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അവർക്ക് ഹറാമാക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും നന്മ ഇവർ പറയുന്ന ഈ വിധിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ പണ്ഡിതന്മാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ ന്യായമാകട്ടെ, എന്തുമാകട്ടെ, അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ
അത് ഷിർക്കുൻ അക്ബർ, അത് അവർക്കുള്ള ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ അവർക്ക് സുജൂദ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരോട് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അറവ് നടത്തിയിട്ടില്ല. പക്ഷേ അനുസരണയിലുള്ള ശിർക്കാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഫതിൽക ഇബാദത്തുഹും, അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് വീണ്ടും ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായി ഇത്രേ ഇത് പഠിക്കാനുള്ളൂ. വീണ്ടും ആഴത്തിൽ പഠിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ആധുനിക ഖവാരിജികളായ ആളുകൾ ഈ താഅത്തിനെ പറഞ്ഞുകൊണ്ട് അവർ മുസ്ലിമീങ്ങളെ കാഫിറാക്കാറുണ്ട്. സയ്യിദ് കുത്തുബിനെ പോലെയുള്ള അബുൽ അല മൗദൂദിയെ പോലെയുള്ള ബിദ്അത്തിന്റെ അവസ്ഥയിൽ ജീവിച്ചു മരിച്ചുപോയിട്ടുള്ള ബിദ്അത്തിന്റെ ദലാലത്തിന്റെ വഴികേടിന്റെ ആളുകൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ മുഴുവൻ കാഫിറാക്കുന്ന അവസ്ഥ. അവരെല്ലാവരും അല്ലാഹു അല്ലാത്ത ആളുകളുടെ താഗൂത്തുകളുടെ വിധി അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർ അതിനെ ഹലാലാക്കിയിട്ട് ഹറാമ ആ വിഷയങ്ങളൊന്നും പറയാതെ അവർ ആ നാടുകളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞ് കാഫിറാക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റദ്ദുകളും മറ്റുമൊക്കെയായി ആയത്തിലേക്ക് പിന്നീട് പഠിക്കേണ്ട കാര്യമാണ്. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് കാരണം ഈ ശിർക്ക് പറയുന്ന സമയത്ത് പിന്നീട് എവിടെയെങ്കിലുമൊക്കെ അത് കേൾക്കുന്ന സമയത്ത് ശരിയാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളാണ്, കാരണം നമ്മൾ അള്ളാഹുവിന്റെ അല്ലാത്ത നിയമസംഹിത അംഗീകരിക്കുകയാണല്ലോ, അതനുസരിച്ച് ജീവിക്കുകയാണല്ലോ എന്നൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് ആളുകളെ വഴികളിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്നതുകൊണ്ടൊരു സൂചന തന്നു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ച് പിന്നീട് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.